ഇസ്ലാമിക ലോകത്ത് മുഹറവുമായി ബന്ധപ്പെട്ട് വേറെയും ചില സംസാരങ്ങളുണ്ട്. മുഹറവുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് കർബലയിലെ രക്തസാക്ഷിത്വമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 61 മുഹറം 10 ദിവസത്തിലാണ് കർബലയിൽ വെച്ച് അതിക്രൂരമായി വധിക്കപ്പെടുന്നത്. ഇസ്ലാമിക ലോകത്ത് വലിയ പ്രയാസമുണ്ടായ, മുസ്ലിം സമൂഹത്തിന് വലിയ ദുഃഖമുണ്ടായ ഈ സംഭവം നടന്നിട്ടുള്ളത് മുഹറം 10 അന്നാണ്. അതുകൊണ്ട് തന്നെ ഷിയാക്കളായിട്ടുള്ള ആളുകൾ, ഷിയാ വിശ്വാസത്തിലുള്ള ആളുകൾ മുഹറം 10 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നാം ഖുതുബയിൽ സൂചിപ്പിച്ച അള്ളാഹുവിൻ്റെ മാസമാണ്, പവിത്രമായ മാസമാണ്, അത് ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പുള്ള മാസമാണ്. ആ നോമ്പിന് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കാൻ ആ നോമ്പ് കൊണ്ട് സാധിക്കുമെന്നതൊന്നും ഷിയാ വിശ്വാസക്കാർ അവരത് സ്വീകരിക്കുന്നില്ല. മറിച്ചതിനെ ഈ ദിവസത്തെ നെഹസ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. നെഹസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിലേക്ക് അതിനെ മൊഴിമാറ്റം നടത്തിയാൽ നമുക്ക് ശകുനം എന്ന് പറയാം, അല്ലെങ്കിൽ നിർഭാഗ്യമെന്നോ ദുരിതമെന്നോ ഒരു അശുഭ ലക്ഷണമെന്നൊക്കെ പറയാം. ഇതാണ് നഹസ എന്ന പദവുമായി നഹ്സ് എന്ന പ്രയോഗം ഉണ്ടാകുന്നത്. അപ്പൊ മുഹറം 10 അന്ന് കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിനാൽ മുഹറം 10 ദിവസം അവർ പ്രതീകാത്മകമായി സ്വന്തം ശരീരത്തെയൊക്കെ ഉപദ്രവിക്കുന്ന, ആക്രമിക്കുന്ന തരത്തിലുള്ള ഒരു ശൈലി ഷിയാക്കൾക്കിടയിൽ ഉണ്ട് എന്നതാണ്. ഇത് പലപ്പോഴും നമ്മൾ കാണാറുമുണ്ട്. ഈ വിശ്വാസം ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. മുഹറം 10 പ്രശ്നം കൊണ്ടല്ല ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ രക്തസാക്ഷിയായത്. അതുകൊണ്ട് മുഹറം 10 അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞ മുഹറത്തിനെയോ മോശമായി കാണേണ്ടതില്ല. എന്നാൽ നമുക്കിടയിൽ തന്നെ കേരളത്തിലടക്കം ഈ ഷിയാക്കളുടെ പാത പിൻപറ്റിക്കൊണ്ട് മുഹറം മാസത്തിൽ നഹ്സാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് പലപ്പോഴും കലണ്ടറുകളിൽ പോലും രേഖപ്പെടുത്താറുണ്ട്. മുഹറം 10 കഴിയട്ടെ എന്നാണ്. കല്യാണം ആലോചിക്കുമ്പോൾ മുഹറം 10 കഴിയട്ടെ, കല്യാണം ഒരു കച്ചവടം തുടങ്ങണം, മുഹറം 10 കഴിയട്ടെ, അതല്ലെങ്കിൽ ആ രൂപത്തിൽ പുതിയ വീട്ടിലേക്ക് താമസം മാറണം, മുഹറം 10 കഴിയട്ടെ, ജോലിക്ക് ഹാജരാവണം, പുതിയ ജോലിയുമായി പുതിയ തീരുമാനങ്ങളുമായി മുഹറം 10 കഴിയട്ടെ. അവിടെ എന്തോ പ്രയാസമുണ്ട്. ചില ദിവസങ്ങളെ ശകുനമായി നഹസാക്കി കണക്കാക്കുന്ന പലപ്പോഴും ആ രൂപത്തിലുള്ള ഒരു ശൈലി നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ പോലും ഉണ്ട് എന്നാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടി സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. അത് മുഹറം 10 എന്ന വിഷയത്തിൽ മാത്രമല്ല ചിലപ്പോ നമ്മുടെ നാടുകളിൽ ഉണ്ടാവുക. ചൊവ്വാഴ്ച ദിവസം അതിന് ചില പ്രശ്നങ്ങൾ കാണുന്ന ആളുകളുണ്ട്. ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ ഇനി യാത്ര വേണ്ട. ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഒരു കാലി ചാക്ക് കണ്ടാൽ, അല്ലെങ്കിൽ പിറകിൽ നിന്ന് ആരെങ്കിലും വിളിച്ചാൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷിയെ കണ്ടാൽ, ഏതെങ്കിലും ഒരു മൃഗത്തെ കണ്ടാൽ, കച്ചവട സ്ഥാപനത്തിൽ വന്നിട്ട് ആദ്യത്തെ കച്ചവടം ആരെങ്കിലും കടം പറഞ്ഞാൽ ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു. ചില ആളുകൾക്ക് തോന്നും ഒന്നാമത്തെ ആള് ഞാൻ പിന്നെ തരട്ടോ എന്ന് പറഞ്ഞാൽ ഇന്നത്തത് കഴിഞ്ഞു എന്ന് മനസ്സ് തോന്നാൻ. ഇല്ല കൂട്ടരെ, ഇസ്ലാമിൽ അങ്ങനെ ഒന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ശകുനം എന്നാൽ, ശകുനത്തിന് ഹദീസിൽ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗം അതീറത്തു ശിർക്കുൻ എന്നാണ്. ഷിർക്ക് എന്നാണ്. പ്രത്യേകമായിട്ട് ഏതെങ്കിലും എന്ന് പറഞ്ഞ ജാഹിലിയ കാലഘട്ടത്തിൽ പക്ഷികളെയൊക്കെ ഇങ്ങനെ പറപ്പിച്ചു നോക്കിയിട്ട് ദിവസം ശരിയാണോ എന്നൊക്കെ പരിശോധിക്കുന്ന ഒരു ചര്യയുണ്ടായിരുന്നു. അതിനെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം നോക്കിക്കാണുന്നത്. മാത്രമല്ല, എല്ലാ ദിവസത്തിനും ശ്രേഷ്ഠതയുണ്ട്. എല്ലാം അള്ളാഹുവിന്റെ ദിവസമാണ്. എല്ലാ മാസങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് ഒരു ദിവസത്തെയും ചീത്ത പറയാൻ പാടില്ല, ഒരു സാഹചര്യത്തെയും ചീത്ത പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ലാ തസുബ്ബു അദ്ദഹർ, നിങ്ങൾ കാലത്തെ പഴിക്കരുത്. അത് മഴ പെയ്യുമ്പോഴാണെങ്കിലും, അത് ചൂടാണെങ്കിലും, സാഹചര്യങ്ങൾ മാറിയാലും, കാലാവസ്ഥയുടെ വിഷയത്തിലാണെങ്കിലും, ചിലരെങ്കിലും നഹസ് കൽപ്പിക്കുന്ന സാഹചര്യമാണെങ്കിലും ലാ തസുബ്ബു അദ്ദഹർ, കാലത്തെ ചീത്ത പറയരുത്. കാരണം എന്തെന്നറിയോ? ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, അള്ളാഹുവാകുന്ന കാലം. ഒരാൾ മുഹറം 10 മോശമായി കണ്ടാൽ, മുഹറത്തിലാണല്ലോ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല സംഭവം ഉണ്ടായത്. അതുകൊണ്ട് മുഹറത്തിനൊരു മോശമായി കാണുന്ന, അന്ന് വീട് കൂടിയാൽ, അന്ന് കച്ചവടം തുടങ്ങിയാൽ, അന്ന് എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ, അന്നൊരു യാത്ര പുറപ്പെട്ടാൽ അതൊരു ദുശ്ശകുനമാണ് എന്നൊരു ചിന്തയുണ്ടായാൽ അത് അള്ളാഹുവിനെ ചീത്ത പറയുന്നതിന് സമാനമാണ് എന്നാണ്. പലപ്പോഴും ഈ സമയത്തൊക്കെ ഉംറക്കൊക്കെ തിരക്ക് കുറയാറുണ്ട് അത്രേ. ആലോചിച്ച് നോക്കൂ, ഈ സമയത്ത് അതുപോലും പറ്റൂല. ഇസ്ലാമിക ലോകത്ത് ആ ഷിയാ വിശ്വാസം എത്രയധികം ആഴത്തിലേക്ക് കടന്നു ചെന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇല്ല ഒരു ദിവസത്തിനും ഒരു കുഴപ്പമില്ല.
ചൊവ്വാഴ്ച ചൊവ്വില്ലാത്ത ദിവസമല്ല. ഒരു പൂച്ച കുറുകച്ചാടിയാൽ അതൊരു പ്രശ്നമല്ല. കച്ചവടത്തിൽ ആരെങ്കിലും രാവിലെ കടം വാങ്ങിപ്പോയാൽ അതൊരു പ്രയാസം ജീവിതത്തിനുണ്ടാകൂല. ആ വിശ്വാസം നമ്മളെ കൊണ്ടെത്തിക്കും ശിർക്കിലേക്ക്. അതുകൊണ്ട് ഗൗരവത്തോടു കൂടി ചിന്തിക്കാൻ. നഹ്സ് എന്ന് പറയുന്ന ഒന്ന് ഇസ്ലാമിലില്ല. ഇതര മതസ്ഥരിലോ ഇതര ആചാരങ്ങളിലോ അവരുടെ രൂപത്തിലൊക്കെ അത് ഉണ്ടാവാം, ഇസ്ലാമിലില്ല എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ മാസം എന്ന് പരിചയപ്പെടുത്തിയ ഈ മാസത്തിൽ നന്മകൾ അധികരിപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ പരമാവധി നന്മകൾ ജീവിതത്തിലേക്ക് ചേർത്തു നിർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പുതിയ ഒരു വർഷം തുടങ്ങുമ്പോൾ പലപ്പോഴും ജനുവരി ഒക്കെ തുടങ്ങുമ്പോൾ ഈ കൊല്ലം എന്ത് മാറ്റം ഉണ്ടാവുക എന്നൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഇസ്ലാമികപരമായി ഒരു വർഷം തുടങ്ങുന്നതിന് അത്ര പ്രാധാന്യമോ സന്തോഷമോ ഉണ്ടാകേണ്ടതല്ല, സങ്കടമാണ് ഉണ്ടാകേണ്ടത്. ഞാൻ എൻ്റെ മരണത്തിലേക്ക് ഖബറിന്റെ അടുത്തേക്ക് നടന്നെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷം എന്തു തിന്മയൊക്കെയാണ് ഉണ്ടായത്, വല്ല നന്മയും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് മാറ്റമുണ്ടാകുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ നന്മകളിൽ അധിഷ്ഠിതമായ ജീവിതം നമുക്ക് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ.